ഇപ്പോൾ എവിടെ നോക്കിയാലും ഇൻവിസിബിൾ ചെയിൻ അല്ലേ, നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് ഈ മാല ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗിയർ വയർ വേണം, ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വേണം, ഗോൾഡൻ ബീഡ്സ് വേണം, 2 ഗിയർ ലോക്ക് ബീഡ് വേണം, ഈ കാണുന്ന പെൻഡൻറ്റ് വേണം. ഈ പെൻഡൻറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ സ്റ്റഡ് ബേസ്. അപ്പോൾ നമുക്ക് മാല പുറത്ത് തുടങ്ങിയാലോ. ആദ്യം തന്നെ ഞാൻ ഒരു പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 സൈഡിലേക്കും ഓരോ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചാട്ടോ 2 സൈഡും ചെയ്തെടുക്കുന്നത്. പിന്നെ ദേ 4 ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കളർ ക്രിസ്റ്റൽ ബീഡ് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഇതുമാതിരി 2 സൈഡിലേക്കും 4 ക്രിസ്റ്റൽ ബീഡ്സ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു. പിന്നെ ദേ 2 സൈഡിലേക്കും ഓരോ പെൻഡൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മൊത്തം 5 പെൻഡൻസ് ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേ അതും ഇട്ട് കൊടുത്ത് 2 ഗോൾഡൻ ബീഡ് അപ്പുറം ഇപ്പുറമായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഈ പ്രോസസ്സ് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുക. കണ്ടോ, അതേ സാധനം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 4 ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടു, ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു, പിന്നെ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട്, ഒരു ഗോൾഡൻ ബീഡ് ഇട്ട്, 4 ബ്ലാക്ക് ബീഡ് ഇട്ട്, അത് കഴിഞ്ഞ് ദേ ഒരു ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ്, പിന്നെ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, അത് കഴിഞ്ഞ് ഫുൾ അങ്ങോട്ട് ബ്ലാക്ക് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കണു. ഈ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ദേ ഇതുമാതിരി നമ്മൾ ഇനി അങ്ങോട്ട് ഫുൾ ബ്ലാക്ക് ബീഡ്സാണ് പുറത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഞാൻ 25 ബ്ലാക്ക് ബീഡ്സ് ആണ് കേട്ടോ ഒരു സൈഡിൽ കോർക്കാൻ പോകുന്നത്. അങ്ങനെ മൊത്തം 2 സൈഡിലായിട്ട് 50 ബീഡ്സ് നമുക്ക് കോർത്തെടുക്കണം. അപ്പോൾ അത് എല്ലാ ബീഡ്സും കോർത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാലയുടെ ലുക്ക് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ആ 2 എൻഡ്സ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ടിട്ട് ഒരു ജമ്പ് റിങ്ങിൻ്റെ അകത്ത് കൂടെ ആ ഗിയർ വയർ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ ഗിയർ വയർ ആ ഒരു ഗിയർ ലോക്ക് ബീഡിൻ്റെ അകത്ത് കൂടെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ബ്ലാക്ക് ബീഡിൻ്റെ അകത്ത് കൂടി എടുക്കുന്നുണ്ട്. ഒരു ബീഡിൻ്റെ അകത്ത് കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ സെക്യൂർ ആയിട്ടിരിക്കും. ഇതേ കണ്ടോ, ഇപ്പോൾ ഗിയർ ലോക്ക് ബീഡിൻ്റെ അകത്ത് കൂടെ എടുത്തു, ഒരു ബ്ലാക്ക് ബീഡിൻ്റെ അകത്ത് കൂടി എടുത്തു. ഇനി അവിടെ എക്സസ് വന്ന പോർഷൻ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ആ ഗിയർ ലോക്ക് ബീഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ഒരു ജമ്പ് റിങ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ആ ഗിയർ വയറിൻ്റെ എൻഡ് ആ ഗിയർ ലോക്ക് ബീഡിൻ്റെ അകത്ത് കൂടെ എടുക്കണം. എന്നിട്ട് ഒരു ബ്ലാക്ക് ബീഡിൻ്റെ അകത്ത് കൂടി എടുത്തിട്ടുണ്ട്. ഇനി അത് വലിച്ച് ഒന്ന് ടൈറ്റാക്കി വെക്കാം. വല്ലാതെ ടൈറ്റ് ആവരുത്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ, എന്നാലേ ആ ബീഡ്സ് ഭംഗിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ അതേ നമ്മൾ സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഗിയർ ലോക്ക് ബീഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സസ് വന്ന പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മാലയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുമാതിരി വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പം അതേ മാലയുടെ ലുക്ക് ഇങ്ങനെയാണ്. എനിക്ക് എക്സ്റ്റൻഷൻ വെക്കേണ്ടി വന്നില്ല, കാരണം ഞാൻ എൻ്റെ കഴുത്തിൻ്റെ അളവിലാണ് എടുത്തത്. എനിക്ക് ഈ ഒരു ലെങ്ത്തിലായിരുന്നു വേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻഷനും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതേ കമ്മലുണ്ടാക്കാം. കമ്മലിനായിട്ട് ഞാൻ ആ പെൻഡൻറ്റിൻ്റെ ബേസ് തന്നെ എടുക്കുന്നത്, അതിലേക്ക് സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കമ്മലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ടെന്ന് പറയൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.